കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. പലരും എടുത്ത് സംസാരിക്കാത്തതും ഒരു പക്ഷേ പിശാച് തന്റെ വഞ്ചനയാൽ ഒളിച്ചു മാറ്റി വെച്ചേക്കുന്ന, കുപ്പിയിലടച്ച ഭൂതം പോലെ വെച്ചേക്കുന്ന രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കുമെന്നുള്ളത് പോലെ എല്ലാ വ്യക്തികളിലേക്കും ആത്മാവ് പകരുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ ആ ഒരു ആത്മപകർച്ച ഇനിയത്തെ കാലഘട്ടത്തിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലല്ല, ഒരു ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായതുപോലെ ഒരു ആത്മപകർച്ച ഇന്ന് ഉണ്ടാകാൻ പോവുകയാണ്. അവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളെ, ഈ വ്യക്തികളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വളരെ കാലങ്ങളായി ഞാൻ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് അതിന്റെ കാര്യങ്ങളും ഒക്കെ തപ്പിപ്പോയി മനസ്സിലാക്കി വരികയും, എന്താണോ എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് ആഗ്രഹിക്കുന്നത് അത് ഈ ഭൂമിയിൽ ചെയ്യാനാണ് വൈഗ എന്ന ഞാൻ നിൽക്കുന്നത്. ഇന്നലെ വരെ എന്തൊക്കെയായിരുന്നു അതിവിടെ പ്രശ്നമല്ല. പക്ഷേ ദൈവവചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യും. എനിക്ക് മനുഷ്യരെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. മനുഷ്യർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആര് വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തോട്ടെ, പക്ഷേ എന്നെ നിർത്തിയിരിക്കുന്നത് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എനിക്ക് പൂർണ്ണമായ ബോധ്യം ഇപ്പോൾ ഉണ്ട്. 20 വർഷം മുമ്പ് എന്നെ വായടച്ച് അകത്തിരുത്താൻ പലർക്ക് സാധിച്ചു. പിശാചേ, നിനക്ക് സാധിച്ചു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മർമ്മങ്ങൾ വെളിപ്പെട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ട് വ്യക്തിത്വങ്ങൾ. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ സ്ത്രീകളാണ്. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. കാരണം സ്ത്രീകളെ പൊതുവെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരമുണ്ട്. സ്ത്രീകൾ മിണ്ടാൻ പാടില്ല, സ്ത്രീകൾക്ക് ലജ്ജാശീലം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മിണ്ടരുത്, പറയരുത്, കീഴടങ്ങിയിരിക്കണം, അടിമയാവണം എന്നൊക്കെയുള്ള ചില പാരമ്പര്യ കൾട്ടുകളുണ്ട്. സ്ത്രീകൾക്ക് ലജ്ജാശീലം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അതെടുത്ത് ഇനി തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരണ്ട. സ്ത്രീകൾക്ക് ലജ്ജാശീലമുണ്ട്, അത് അവളുടെ ശരീരത്തിൽ വന്നേക്കുന്നതാണ് എന്നും പറഞ്ഞ് കണ്ട പുരുഷന്മാരെ മൊത്തം കാണുമ്പോൾ കളം വരച്ചു നിൽക്കുന്ന ലജ്ജാശീലം അല്ല വേണ്ടുന്നത്. പക്വതയാണ് ആ ലജ്ജാശീലം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്വതയോടുകൂടി പരിജ്ഞാനമാണ് ആ ലജ്ജ എന്ന് പറയുന്നത്. പരിജ്ഞാനമാണ്. നാം സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ, നമ്മൾ മറ്റുള്ളവരുടെ വിളച്ചിലിനനുസരിച്ച് അവരുടെ കയ്യിലെ പാവകളാക്കേണ്ടുന്ന ലജ്ജയല്ല വേണ്ടുന്നത്. പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണത്. നാം ലജ്ജിക്കേണ്ടുന്നത് എന്തിനെ കുറിച്ചാണ്? സുവിശേഷം ചെയ്യാതിരുന്ന നാം ലജ്ജിച്ചോളൂ. അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നാണക്കേട് ഉണ്ടായിക്കോളൂ. അല്ലാതെ ഇന്ന് മിണ്ടാതിരിക്കേണ്ടുന്നവരല്ല. യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം സ്ത്രീകൾ മിണ്ടാതിരിക്കേണ്ടുന്നവരല്ല. അപ്പോൾ ഏറ്റവും മിണ്ടിയ, ഏറ്റവും സംസാരിച്ച, ക്രിസ്തുവിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത രണ്ട് സ്ത്രീകളെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ സ്ത്രീകളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ വേദപുസ്തകത്തിൽ എങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ അധ്യാപകരായിരുന്നു, സ്ത്രീകൾ പ്രവചിച്ചു, നേതാക്കളായിരുന്നു, ശുശ്രൂഷകരായിരുന്നു, അപ്പോസ്തലന്മാരായിരുന്നു, അടുക്കളക്കാരായിരുന്നു, ക്രിസ്തുവിന് വേണ്ടിയിട്ട് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സുവിശേഷ വേലയിൽ സഹായികളായി അടുക്കളയിൽ ജോലി മുതൽ സുവിശേഷ ഘോഷണം മുതൽ അപ്പോസ്തലിക പദവി വരെ അലങ്കരിച്ചിരുന്ന ഒരു ആദിമ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നെന്തിയെ സാത്താൻ ഉപായത്തിൽ വഞ്ചിച്ച് വെച്ചേക്കാണ് സ്ത്രീകളെ. അതില് ഒരു പുരുഷന്റെ ഒതയില്ലാതെ ഒരു സ്ത്രീ പ്രവർത്തിക്കില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി ഇന്നത്തെ ലോകം നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, സ്ത്രീകൾ
പുരുഷന്മാരെ ബഹുമാനിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിനോട് കീഴടങ്ങുന്നത് പോലെ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. അവരെ ബഹുമാനിക്കണം. അവരെ വായ്ക്ക് വന്നത് പറയാൻ പാടില്ല. നാം പക്വതയുള്ള സ്ത്രീകളായി കർത്താവിന് എങ്ങനെ നിൽക്കണം? കർത്താവിൽ അവിടെ പുരുഷനും സ്ത്രീ എന്നും വ്യത്യാസമില്ല. ദൈവവചനം അതാണ് പറയുന്നത്. എന്നാൽ നാം ലോകത്തിലുള്ള പുരുഷന്മാരെ അവർക്ക് തന്താങ്ങൾക്ക് യോഗ്യമാം വിധമുള്ള ബഹുമാനം കൊടുത്ത് യോഗ്യതയുള്ളവരായി എണ്ണി അവരെ സ്നേഹത്താലും ബഹുമാനത്താലും അവരോട് ഇടപെടുകയും വേണം. എന്നാൽ കർത്താവിനോടുള്ള ബന്ധം വരുമ്പോൾ പിതാവാം ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. പേടിയാണെന്നേ, അവരെന്തോ പറയും. ചിലപ്പം അടക്കാൻ കല്ലറ കിട്ടത്തില്ലെങ്കിലോ, അയ്യോ ഞാൻ പോകുന്ന സഭയിൽ ഇതൊന്നും അനുവദിക്കത്തില്ലല്ലോ, എന്നെ സഭയിൽ മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ലല്ലോ. ഇന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95%. എന്നാൽ അന്ത്യകാലഘട്ടത്തിലേക്കായപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീകളെ എഴുന്നേൽപ്പിച്ചു തുടങ്ങി. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ എഴുന്നേൽക്കുകയാണ്. ആരെയും കൊച്ചാക്കി കാണിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല. എഴുന്നേൽക്കുന്ന സ്ത്രീകളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ക്രിസ്തുവിന് വേണ്ടിയിട്ട് പോരാടുക, അനേകരെ സുവിശേഷം അറിയിപ്പിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ഇതിന്റെ ഇടയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പോസ്തലികന്മാരുടെ വിളിയാണോ, പ്രവാചകന്മാരുടെ വിളിയാണോ, സുവിശേഷകന്മാരുടെ വിളിയാണോ? അത് കർത്താവ് അവരിലൂടെ ചെയ്തുകൊള്ളും. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അത് ചോദ്യം ചെയ്യാതിരുന്നാൽ ഏറ്റവും നല്ലത്. ചോദ്യം ചെയ്യലിലേക്ക് വന്നാൽ കർത്താവിന്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടുന്ന ദിവസം വരും. ഹല്ലേലൂയ. സ്ത്രീകൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. സ്ത്രീകൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ അനേകം സഹോദരിമാരുന്നുണ്ട്. സത്യം തിരിച്ചറിഞ്ഞവരുണ്ട്. പണ്ട് ഹൗവയെ പിശാച് ചതിച്ചതുപോലെ ഇന്നും സ്ത്രീകളെ ചതിച്ച് വഞ്ചനയിലകപ്പെടുത്തി ഒതുക്കി വെച്ചേക്കുന്ന സഭാകൂട്ടമേ, നിങ്ങൾ അവരെ വിട്ടയക്കുക. അവർ പ്രസംഗിക്കട്ടെ, അവർ പ്രവചിക്കട്ടെ, അവർ ക്രിസ്തുവിനെ ഘോഷിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പൊ സ്ത്രീകൾ ആദിമകാല സഭയിൽ ഇങ്ങനെയൊക്കെയായിരുന്നു. അധ്യാപകരായിട്ടുണ്ടായിരുന്നു, പ്രവാചകരായിട്ടുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരായിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ സ്വന്തം ജീവനെ പോലും വെച്ചു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ എഴുന്നേറ്റിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. അത് ഒരാളുടെ നിഴലിൻ കീഴിൽ നിന്നല്ല. അവിടെ അന്ന് പുരുഷനും സ്ത്രീയും വേർതിരിവില്ലാതെ അവിടെ ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ വേല ചെയ്തവരാണ്. കർത്താവിന്റെ വേലയിൽ എന്ത് പുരുഷനും സ്ത്രീയും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളെ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. നമ്മുടെ സഹോദരിയും ക്രെൻക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കേണ്ടതിനു ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ സഹോദരിയായിരുന്നാലും അമ്മയായിരുന്നാലും ക്രിസ്തുവേശുവിലെല്ലാം സഹോദരങ്ങളാണ്. ക്രിസ്തുവിന്റെ മണയവാട്ടിയാകുന്ന സഭയാണ്. സഭയുടെ ഒരു ഭാഗം ആണും ഒരു ഭാഗം പെണ്ണെന്നും സഭയുടെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ അവിടെ ക്രിസ്തു വേർതിരിച്ചിട്ടില്ല. അവിടെ സ്ത്രീ എന്നും പുരുഷനെന്നും വ്യത്യാസമില്ല, ദാസനെന്നും യജമാനനെന്നും വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള ആ ഒരു സഭയിലേക്ക് ഇവിടെ നമ്മുടെ സഹോദരി ഫേബയെ ക്രെൻക്രയ സഭയിലെ ശുശ്രൂഷക്കാരെത്തി. പലരും അതിനെ ഒടിച്ചു വളച്ചെടുത്ത് വെച്ച് അത് അവിടെ അരിവെപ്പുകാരിയായിട്ടും അല്ലെ അവിടെ തൂത്തുവാരി ഇടുന്നവളായിട്ടും ഒക്കെ ചിത്രീകരിച്ചു വെക്കുന്നുണ്ട്. ഇതെല്ലാം വേണം. തൂത്തുവാരുന്നത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും ചെയ്യാം. കർത്താവിന്റെ വേലയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തു തന്റെ കൂടെയുള്ള ശിഷ്യഗണങ്ങളുടെ കാല് കഴുകി കൊടുത്തെങ്കിൽ ഇന്ന് നിങ്ങൾക്കും ചെയ്യാം. അതൊക്കെ സ്ത്രീയെന്നും പുരുഷനെന്നും ഒന്നും വ്യത്യാസമൊന്നുമില്ല. അത്രത്തോളം താഴ്മ ധരിച്ചുകൊണ്ട് എന്തും ചെയ്യാം. ഹല്ലേലൂയ. ക്രെൻക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കൈക്കൊള്ളണം. അപ്പോ അപ്പോസ്തലരായിട്ടുള്ള വ്യക്തികളെ കൈക്കൊള്ളുന്നത് പോലെ നിങ്ങൾ അവളെ കൈക്കൊള്ളണം. അവൾ
കെൻക്രയ സഭയുടെ ഒരു അംഗമാണ്. കെൻക്രയ കൊരിന്തിന് സമീപമുള്ള ഒരു തുറമുഖ നഗരമാണ് ഈ കെൻക്രയ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രാദേശിക സഭയിൽ ഔദ്യോഗികമായി ശുശ്രൂഷ ചെയ്ത സ്ത്രീയാണ് ഈ ഫീബ എന്നുള്ളത്. ശുശ്രൂഷക്കാരിത്തിയായ ഫേബ, അത് ഡിയാക്കോനോസ്, ഇംഗ്ലീഷില് അതിനെ ഡീക്കൻ എന്ന് പറയും. അപ്പൊ ഈ ഡിയാക്കോനോസ് അതിന്റെ അർത്ഥം ദാസൻ, ശുശ്രൂഷകൻ. സഭയിലെ ഔദ്യോഗിക ശുശ്രൂഷ പദവിയാണ്. കൃത്യമായിട്ട് അതിനെ ഗ്രീക്കിൽ കൊടുത്തേക്കുന്ന പദത്തിന്റെ അർത്ഥം അതാണ്. അപ്പൊ ആ സഭയിലെ ശുശ്രൂഷക്കാരത്തിയാണ്, ഔദ്യോഗികമായിട്ടുള്ള പദവി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പുരുഷന്മാര് ശുശ്രൂഷക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇതേ പദം തന്നെയാണ് കൊടുത്തേക്കുന്നത്. പുരുഷ ദിയാക്കോന്മാരും പൗലോസിനും തിമോത്തിയോസിനും ഒക്കെ ഉപയോഗിക്കുന്ന പദം ഇത് തന്നെയാണ് ഗ്രീക്കില്. അപ്പോൾ ഫീബയും ഒരു സഹായിച്ച സ്ത്രീ മാത്രമല്ല, സഭയുടെ ദിയക്കോനിസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫീബ എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഇതിനെ പഠിക്കുവാൻ ശ്രമിക്കാതെ മറ്റുള്ളവർ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ അതിനെ വളച്ചൊടിച്ച് തരുന്നതിനെ അപ്പാട വിഴുങ്ങുന്ന പരിപാടിയാണ്. കാരണം കഷ്ടപ്പെടാൻ വയ്യ, കഷ്ടപ്പെട്ട് ഇത് പഠിക്കണം, മനസ്സിലാക്കണം. നാം ചെയ്യേണ്ടുന്നത് ക്രിസ്തുവിന്റെ വേലയാണ്. അത് ആരായിരുന്നാലും, നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, ആരായിരുന്നാലും അതിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് വശംവദരായി കൊടുക്കാൻ പാടില്ല. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അവിടെ ഒരു സഹായിച്ച, വെറും ഒരു സഹായം നൽകിയ ഒരു സ്ത്രീയായിട്ടല്ല നമ്മൾ ആ വചനത്തിൽ അവിടെ കാണുന്നത്. പൗലോസ് അവിടെ ശുപാർശ ചെയ്യാണ്. ശുപാർശ അവിടെ ചെയ്യുന്ന എന്തിനാണ്? അതിന്റെ അർത്ഥം റോമാ സഭയില് സ്വീകരിക്കപ്പെടേണ്ടുന്ന വ്യക്തിയാണ് അവള്. അപ്പൊ റോമാ സഭയിലേക്ക് പൗലോസ് അയക്കുകയാണല്ലോ, ഇവളെ ഫെബയെ അയക്കുകയാണ്. അപ്പൊ ആ ഒരു സഭയിലേക്ക് ശുപാർശ ചെയ്യപ്പെടുന്നു. ഒരു വ്യക്തിയെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ് വേറൊരു സഭയിലേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന കിട്ടേണ്ടുന്ന ഒരു മര്യാദ പോലെ ഔദ്യോഗിക ശുശ്രൂഷ പദവിയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോ ആ റോമാ സഭയിൽ സ്വീകരിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയാണ്. അവൾക്ക് അധികാരവും വിശ്വാസ്യതയും ഉണ്ട്. നിങ്ങൾ ഉത്തരവാദിത്വമുള്ള, അവൾക്ക് പല ഉത്തരവാദിത്വമുള്ള ദൗത്യവുമുണ്ട് എന്നുള്ള രീതിയിലാണ് പൗലോസ് അവിടെ ശുപാർശ ചെയ്യുന്നത്. വേദപുസ്തക പണ്ഡിതന്മാര് പലരും പറയുന്നത് ഈ ഒരു ലേഖനം റോമയിൽ എത്തിച്ചത് ഫീബയാണെന്നാണ് അവിടെ മനസ്സിലാക്കുന്നത് പലരും പറയുന്നത്. അത് ശരിയാണെങ്കിൽ പൗലോസിന്റെ ഏറ്റവും വലിയൊരു ലേഖനം ഒരു സ്ത്രീയുടെയാണ് ആ സഭയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഫേബ ശുശ്രൂഷകയായിരുന്നു, അല്ലാതെ അവിടുത്തെ തൂപ്പുകാരി അരിവെപ്പുകാരി മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു വ്യക്തിയല്ല. ഔദ്യോഗിക സ്ഥാനം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. റോമർ 6:1 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശുശ്രൂഷ പദവി ഈ ഒരു സ്ത്രീകൾക്ക് ശുശ്രൂഷ പദവി ഉണ്ടെന്ന്, പൗലോസിന്റെ അംഗീകാരത്തോടെ തന്നെ ഉണ്ടെന്ന് കാണിക്കുന്ന വചനമാണത്. റോമർ 16 മാത്രം വേറെയും സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫീബെ, യൂനിയ, പ്രിസ്കില്ല. ഫീബെ ദിയക്കോനിസ് ആണെങ്കിൽ യൂനിയ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവൾ, അതായത് അപ്പോസ്തല. പ്രിസ്കില്ല ബോധനത്തിൽ, പ്രബോധനത്തിൽ മുന്നിൽ നിൽക്കുന്നവർ, പ്രസംഗത്തിന് മുന്നിൽ നിൽക്കുന്നവർ. ഇങ്ങനെ സ്ത്രീ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പുതിയ ആശയമല്ല, വൈക പറഞ്ഞുകൊണ്ട് വെക്കുന്ന ആശയമല്ല. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്ന ആശയമാണ്. ദൈവമക്കളെ, സ്ത്രീകളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ, നിങ്ങളെ പിടിച്ചടക്കി വെച്ചേക്കാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. നിങ്ങൾ ആ ധൈര്യം ആർജിക്കുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. ആ ആത്മാവിനെ നിങ്ങൾ പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളുക. കർത്താവ് പറയുന്നത് കേൾക്കുക, അല്ലാതെ മനുഷ്യർ പറയുന്നത് കേൾക്കണ്ട എന്നല്ല. നിങ്ങൾ കേട്ടിട്ട് അത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ വചനം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അതിനെ നോക്കുക. ഇന്ന് ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ നോക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ച് ഇതിനെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾക്ക് ഇഷ്ടംപോലെ ഗൂഗിൾ വഴി സെർച്ച് ചെയ്യാനും ഇതിന്റെ പുസ്തകങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ, വേദപുസ്തക ഭാഷാ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും.
അതുമല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് ഗ്രീക്ക് ബൈബിളുണ്ട്. ആ ഗ്രീക്കിലുള്ള ബൈബിളിന്റെ ഈ വചനം എടുത്തിട്ട് അത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ കാര്യങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പൊ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പണ്ടത്തെ കാലമല്ല, ഒരു വേദപുസ്തകം കയ്യിലെടുക്കാനില്ലാതെ ഇത് ഒരു ചുരുളിൽ പല സഭകളിൽ വായിച്ചു പോയിട്ട് അത് കറങ്ങി വരുമ്പോൾ വീണ്ടും മാത്രമേ ആ ഒരു ചുരുൾ വായിക്കാൻ കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടിക്കണക്കിന് ബൈബിളുകൾ അച്ചടിച്ചിറക്കുന്ന നമ്മുടെ എല്ലാം കൈകളിൽ ഒരു വീട്ടിൽ തന്നെ 5-6 ബൈബിളുകളുള്ള ഒരു ഭവനമാക്കി ഇന്ന് ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി അതിനനുസരിച്ച് വളർന്നിട്ടുണ്ട്. നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ടെക്നോളജികൾ ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ സ്ത്രീ ശുശ്രൂഷ പുതിയൊരാശയമല്ല, ആദ്യ സഭയുടെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് സ്ത്രീകളെ നിങ്ങൾ ഉണരുവാൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കാണ്, വിളിച്ചു ചോദിക്കാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്ന ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് ഞാൻ വിളിച്ചു ചോദിക്കാണ്. ആദ്യ സഭയിലെ 1-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഈ അന്ത്യകാലം അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ദൈവം സ്ത്രീയെ മൗനത്തിനായിട്ടല്ല വിളിച്ചത്, ശുശ്രൂഷയ്ക്കായിട്ടാണ് വിളിച്ചേക്കുന്നത്. അത് വെറും അരിയും വെച്ച് ചോറും വെച്ച് കാപ്പി ഉണ്ടാക്കി പാസ്റ്റർമാരെ മാത്രം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാം കൊടുക്കണം. നമ്മൾ ഭക്ഷണം കൊടുക്കണം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. തെരുവിലും ഇതേപോലെ അനേകരുണ്ട്, അവർക്കും കൊടുക്കണം. ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും പുണ്യകാര്യമാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ അതിലേക്ക് മാത്രം നിന്റെ ശുശ്രൂഷ ഒതുങ്ങിപ്പോവരുത്. അതിലേക്ക് മാത്രം പോകരുത്. സ്ത്രീകളെ പിന്നിലേക്ക് മാറ്റാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഉത്തരവാദിത്വം ഏൽപ്പിക്കാനാണ്. പക്ഷെ പലപ്പോഴും നീ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റാതെ ആയി പോകുന്നത്. നീ ഏൽപ്പിച്ചു കൊടുക്കൂ, ദൈവശക്തമായിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കുന്നുണ്ടാകും. സ്ത്രീ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്ന ഒരു വചനമാണ് ഈ 16:1. യൂനിയെ കുറിച്ചൂടെ നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഫീബയും യൂനി, പ്രിസ്കില്ലയെ കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പൊ പ്രിസ്കില്ലയെ കുറിച്ച് പറയുമ്പോൾ അഖിലാവും പ്രിസ്കില്ലയുടെ ഭർത്താവ് സുവിശേഷ വേല ചെയ്തതിനകത്ത് സഹായിയായിട്ട് തൂണായിട്ട് നിന്നുകൊടുത്ത, ചാരി നിന്നുകൊടുത്ത. കാരണം സ്ത്രീക്ക് എപ്പോഴും ഏണി വേണമല്ലോ, ലാഡർ. ഞാൻ ബിസിനസിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലാഡർ ആകാതെ ലീഡർ ആകുക. ലാഡർ എന്താണ്? ഏണിക്ക് എപ്പോഴും എവിടെയെങ്കിലും ചാരി നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആകാതെ ലീഡർ ആകണം. ഇവിടെയും ഞാൻ അതാണ് പറയുന്നത്, നിങ്ങൾ ലീഡർ ആകണം. നിങ്ങൾ ഒരുപാട് പേരെ നയിക്കുന്ന വ്യക്തികളാകണം. യേശുവിന്റെ നാമത്തിൽ അനേകരെ കൊണ്ടുവരാനും അവരെ പഠിപ്പിച്ചു കൊടുക്കാനും അവരോട് പ്രവചനം ദൈവം തരുന്ന കൃപാവരങ്ങൾക്കനുസരിച്ച് എന്താണോ നിങ്ങളുടെ ശുശ്രൂഷകൾ എന്നുള്ളത് അത് വെളിപ്പെട്ടു വരണം. അതാണ് ഈ അന്ത്യകാലത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറണം. ഇനി നമുക്ക് യൂനിയെ കുറിച്ചൊന്ന് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്തോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ആമേൻ, സ്തോത്രം. ഒളിച്ചു വെച്ചേക്കാണ്. ഇതിന്റെ പൂട്ട് ഞങ്ങൾ പൊട്ടിക്കത്തില്ല, ഇത് ഞങ്ങളൊന്നും പറയത്തില്ല. എന്തിനാ പറയുന്നേ? 1-ാമത്തെ നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ യൂനിയ എന്നുള്ളത് സ്ത്രീ മാറിയത്, യൂനിയ പേര് തന്നെ മാറിയത് പുരുഷ ലിംഗത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് വരെ വന്നിട്ടുണ്ട് 1-ാം കാലഘട്ടം ആയി വന്നപ്പോ. കാരണം സ്ത്രീകളെ അങ്ങോട്ട് അംഗീകരിക്കാൻ മടിയാണെന്നേ. എന്താണ് അവര് പറയുന്ന ഒരു കാര്യം? ഇതാണ്, സ്ത്രീ ആദ്യം ഈ പാപത്തിനെല്ലാം കാരണം സ്ത്രീയാണ്. അവൾ ആ പഴം പറിച്ച് തിന്നത് കൊണ്ടല്ലേ മനുഷ്യരല്ല ഈ നാശത്തിലേക്ക് പോയത്. അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ആ സ്ത്രീ ആ നാശത്തിലേക്ക് പോയെങ്കിൽ അവളെ അപ്പാടെ വിട്ടൂടായിരുന്നോ? പുരുഷ, നീ എന്തിനാണ് കഴിച്ചത്? ഞാൻ ചോദിക്കാണ്. പക്ഷേ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യാതെ ഇതൊക്കെ മനസ്സിലാക്കി, ഇതെല്ലാം ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അവിടെ സ്ത്രീ ഇത് കഴിക്കുമെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് നേരത്തെ അത് അറിയാം. പക്ഷെ അത് അവളെ ഫ്രീ വില്ലായിട്ട് വിട്ടുകൊടുത്തതാണ്. അവിടെ പുരുഷനും കഴിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ദൈവത്തിന് ഇതെല്ലാം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സർവജ്ഞാനിയല്ല. അവിടെ
പരീക്ഷണാർത്ഥം തന്നെയാണ് ആ മരം അവിടെ വെച്ച് പിടിപ്പിച്ചതും ആ മരത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞതും. അനുസരണ ഉണ്ടോന്നറിയാൻ. അപ്പൊ പുരുഷന് അല്ലെങ്കിൽ മനുഷ്യന് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ ഉറക്കിക്കിടത്തി അവനിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. അവർക്ക് ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവർക്ക് പേരിട്ടു ആദാമെന്ന്. ഹവ്വ എന്ന് പേരിട്ടത് ആദാമാണ്. അപ്പൊ ആദാം എന്ന് പറയുന്ന ദൈവം പേരിട്ടതാണ്. രണ്ടുപേർക്കൂടാണ് പേരിട്ടത്. അവിടെ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തേണ്ടെന്ന കാര്യമില്ല. അപ്പൊ എന്തായിരുന്നാലും അവിടെ അതങ്ങനെ സംഭവിച്ചു. നമ്മൾ അതിലേക്ക് പോയിട്ട് സ്ത്രീകളെ ഈ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും സ്ത്രീകളെ അടച്ചവിടെ ഇരുത്തുന്നതില് യാതൊരു അർത്ഥവുമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ തന്റെ രക്തം ചൊരിഞ്ഞതിലൂടെ സ്ത്രീകൾ അവിടെ മോചിക്കപ്പെട്ടു. അന്ന് അവിടെ ചെയ്തതിനുള്ള കംപ്ലീറ്റ് പാപങ്ങളും അതിലൂടെ അനുബന്ധമായി വന്നിട്ടുള്ള പാരമ്പര്യ ശാപങ്ങളും പാപങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അവിടെ തകർക്കപ്പെട്ടു. അത് ഏറ്റെടുക്കുന്ന സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവനിലുള്ള കംപ്ലീറ്റും അവിടെ കൊണ്ട് തീർന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. നമ്മൾ സൃഷ്ടിയുടെ സ്ത്രീയുടെ സ്ഥാനം നോക്കണം. സ്ത്രീ ഒരിക്കലും പിന്നിലല്ല, തുല്യ പങ്കാളിയായിട്ട് സഹായിയായിട്ടാണ്, അവിടെ ദൗത്യത്തോടുള്ള കൂട്ടാളിയായിട്ടാണ് ദൈവം അവിടെ സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്നാൽ ആ ഒരു പാപത്തിന്റെ പതനത്തിന് ശേഷം ദൈവം അവളെ കൈവിട്ടില്ല. ഉൽപ്പത്തി 3:15 നമ്മൾ കാണാം, അവളെ ദൈവം കൈവിട്ട് കളഞ്ഞില്ല. അവിടെ ദൈവ ശാമോഷം കൊടുക്കുക. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്തോത്രം. അപ്പൊ സ്ത്രീയെ അവിടെ തള്ളിക്കളയാതെ ദൈവം ഏറ്റുകൊണ്ടാണ് സ്ത്രീ ഒരു ശാപമല്ലെന്നും വാഗ്ദത്തത്തിന്റെ വഴിയാണെന്നും ദൈവം അവിടെ കാണിച്ചു തന്നു. അതിന്റെ നിറവേറലാണ് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പൂർത്തിയായിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം സ്ത്രീകളെ ഇങ്ങനെ ഇട്ട് കുറ്റപ്പെടുത്തി അടിച്ചമർത്തി അത് അന്നെങ്ങോ ചെയ്തു പോയ കാര്യത്തിനെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നും സ്ത്രീകളെ ഈ മിണ്ടാതാക്കി. കാരണം സ്ത്രീകൾ മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതവിടെ പോക്കാണെന്നുള്ളതാണ് പുരുഷന്മാരുടെ ഒരു ചിന്ത. എല്ലാ പുരുഷന്മാരും ഇല്ല കേട്ടോ. എന്നാൽ സ്ത്രീകളെ എഴുന്നേൽപ്പിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ സഹായം കൂടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, പാസ്റ്റർമാരുണ്ട്. എന്നാൽ കൂടുതലും ഭൂരിപക്ഷവും, പ്രത്യേകിച്ചും അത് കേരളത്തിലാണ് ഇത് കൂടുതലും ഇതിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്നത്. സ്ത്രീകൾ എഴുന്നേൽക്കാൻ പാടില്ല. കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് പെന്തക്കോസ്ത് സഭ മൂടിയിരിക്കുന്ന കാലഘട്ടം. എന്നിട്ട് പറയും, അയ്യോ ഇതൊക്കെ വചനവിരുദ്ധമാണ്. സ്തോത്രം. അപ്പോ സ്ത്രീ ഒരു ശാപമല്ല, ദൈവത്തിന്റെ വാഗ്ദത്ത വഴിയാണ്. വേദപുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങളെ എടുത്ത് സന്ദർഭം വിട്ട് സ്ത്രീകളുടെ വാ അടച്ചു വെക്കാണ്. സ്ത്രീകളെ മിണ്ടാതെ ഇരുത്തുന്ന ചില വചനങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ സന്ദർഭത്തെയോ അത് പറയാനുണ്ടായ കാരണങ്ങളെയൊക്കെ ഇവർക്കറിയാമെങ്കിലും അവർ അത് പുറത്ത് പറയത്തില്ല. ആ വചനത്തെ എടുത്ത് അടിച്ചിരുത്തിയിട്ടുണ്ട്. എന്നെ വൈകയെയും ഇതേപോലെ അടിച്ചിരുത്തിയ ഒരു സമയമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചിരുത്തി. ഹിന്ദുവിൽ നിന്ന് വന്ന എനിക്ക് എന്തറിയാം ബൈബിള്, ദൈവം എന്തൊക്കെയോ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. താഴ്മയോടുകൂടി നിന്ന് ദൈവം പറയുന്ന കാര്യങ്ങളെ ഞാൻ അപ്പാടെ ചെയ്തപ്പോൾ കുറച്ച് വിശുദ്ധരെ അവിടെ എഴുന്നേറ്റ് വന്ന് ഈ ചെറിയവരിൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ഇടർച്ച ഉണ്ടാക്കിച്ച് എന്നെ അതിൽ അടിച്ചമർത്തി. വചനം പറയുന്ന ഇങ്ങനെയാണ്, ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച ഉണ്ടാക്കുന്നവൻ ഒരു തിരികല്ല് കഴുത്തിൽ കെട്ടിപ്പോയി കടലിൽ ചാടട്ടെ എന്ന്. കാരണം അത്രത്തോളം നാശയോഗ്യനാണ്. ഇന്നും സ്ത്രീകളെ സഭയിൽ എഴുന്നേൽപ്പിക്കാതെ സ്ത്രീകൾക്ക് ശുശ്രൂഷ എന്തിനാ അനുവദിക്കുന്നത് ഇവര്? അല്ല, പുരുഷന്മാരെന്തിനാണ് അനുവദിക്കുന്നത്? ശുശ്രൂഷ അനുവദിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു അല്ലേ? ദൈവമല്ലേ ശുശ്രൂഷ അനുവദിക്കുന്നത്? സ്ത്രീകൾ ഇത് എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. അവർ എഴുന്നേൽക്കാൻ തയ്യാറായാൽ ദൈവം അവരിലൂടെ പ്രവർത്തിക്കാൻ തയ്യാറാകും. അപ്പൊ അവിടെ സന്ദർഭത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ വചനങ്ങളെ എടുത്തുകൊണ്ട് സ്ത്രീകളെ അവിടെ അടച്ചിരുത്തുന്നു. മൗനം പാലിക്കണം എന്നത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ കാലത്തേക്കും നൽകിയ കൽപ്പനയൊന്നും അല്ലത്. അന്നത്തെ ആ ഒരു സഭയുടെ അവസ്ഥയ്ക്കുള്ള ഒരു ശുശ്രൂഷ ക്രമമായിരുന്നു.
പക്വത, അത് ഇന്നായിരുന്നാലും അങ്ങനെ തന്നെയാണ്. പക്വതയില്ലാതെ, പരിജ്ഞാനമില്ലാതെ സഭായോഗത്തിന്റെ ഇടയിൽ കുശുമ്പും കുന്നായ്മകളും പറഞ്ഞും കൊണ്ടും, എന്നാൽ അതിന്റെ ഇടയ്ക്ക് മൈക്ക് വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും നിൽക്കുകയും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കാതെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പരിജ്ഞാനക്കുറവാണ്, പക്വത കുറവാണ്. പക്വതയോടുകൂടി കാര്യങ്ങളെ ചെയ്യുന്ന സ്ത്രീകളെ എല്ലാ കാലത്തും ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. സത്യമായിട്ടുള്ള ഒരു കാര്യം, കർത്താവിന്റെ നാമത്തിൽ വചനമാണ് അധികാരം, സത്യമാണ് അധികാരം. വ്യാഖ്യാനം മനുഷ്യന്റെ സൗകര്യത്തിനാകരുത്. മനുഷ്യൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിച്ചെടുക്കരുത്. യാഥാർത്ഥ്യത്തെ നോക്കണം, യാഥാർത്ഥ്യത്തെ നോക്കണം. കൃപയ്ക്ക് കൂട്ടവകാശികളാണ് സ്ത്രീകൾ. ക്രിസ്തുവിന്റെ സഭയാകുന്ന സ്ത്രീകൾ, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സ്ത്രീകൾ. സ്ത്രീകൾ മാത്രമല്ല, മണവാട്ടി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല അതിനകത്തുള്ളത്, പുരുഷന്മാരും ഉണ്ടെന്ന് ആലോചിക്കണം. മണവാട്ടിയാണ്, മണവാളനല്ല, മണവാളൻ ക്രിസ്തുവാണ്. അവിടെ സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസം ഒന്നും ദൈവം കാണുന്നില്ല. ആമേൻ, സ്തോത്രം. വചന ഇപ്രകാരമാണ് പറയുന്നത്. ഗലാത്യർ 3:27-28 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്. സ്ത്രീകളെ, നിങ്ങൾ ക്രിസ്തുവിനെയാണോ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇന്ന് ചോദിക്കുകയാണ്. നാം ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റിരിക്കുന്നത്. അവന്റെ അഭിഷേകത്തെ പ്രാപിച്ചവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാകുന്നു. അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തുകൂടാ? സ്ത്രീകൾ അങ്ങനെ മിണ്ടാൻ പാടില്ല, സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടേതുണ്ട്, എന്റെ സഭയിൽ വരുമ്പോൾ സ്ത്രീകൾ വെളിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, സ്ത്രീകൾ ഇവിടെ മിണ്ടാൻ പാടില്ലെന്ന്. അത് എവിടുത്തെ വേദപുസ്തകത്തിൽ എവിടെ പറഞ്ഞേക്കുന്ന കാര്യമാണ്? ശരിയാണ്, അവിടെ പറയുന്നത് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. പൗലോസ് പറഞ്ഞു കൊരിന്ത്യ സഭയോട്. ആ കൊരിന്ത്യ സഭയുടെ ചരിത്രം പോയി ആദ്യം പഠിച്ചിട്ട് വരൂ. ആമേൻ, സ്തോത്രം. അപ്പൊ ഇവിടെ മനുഷ്യന്റെ സൗകര്യത്തിനനുസരിച്ചല്ല ഇത് വ്യാഖ്യാനിക്കേണ്ടുന്നത്. പിതാവാം ദൈവം എന്താഗ്രഹിക്കുന്നുവോ, എന്നിലൂടെയും നിന്നിലൂടെയും എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ നമുക്ക് ചെയ്യണ്ട. ദൈവം നമ്മളെ സുവിശേഷകരായിട്ടാണോ വിളിച്ചേക്കുന്നത്? നമുക്കത് ചെയ്യാം. പ്രസംഗിക്കാനാണോ വിളിച്ചേക്കുന്നത്? അത് ചെയ്യാം. പ്രവചിക്കാനാണോ വിളിച്ചേക്കുന്നത്? അത് ചെയ്യാം. അപ്പോസ്തലികമായിട്ടുള്ള ശുശ്രൂഷകളാണോ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്? അത് നമ്മുടെ പേരിനും പുകഴ്ചയ്ക്കുമല്ല. ഞാനോ കുറയണം, എന്നിൽ യേശുവോ വളരണം. ആ ചിന്തയോടുകൂടി നമുക്ക് ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മർമ്മങ്ങൾ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ നിങ്ങൾ ചാടി എഴുന്നേറ്റുള്ളൂ. ഇന്ന് ലോകത്തിലും സ്ത്രീകളാണ് ഒരുപാട് നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഇലക്ഷൻ നടന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകൾക്കായിരുന്നു സീറ്റുകൾ. സംവരണം ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾ മുൻനിരയിലേക്ക് ഈ ലോകത്തിൽ പോലും വന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴും വാതിലടച്ച് കുറ്റിയിട്ടിട്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുന്നേൽക്കാതെ നിങ്ങൾ ഇങ്ങനെ എന്തോ ബന്ധനത്തിലാണ്. ആ ബന്ധനം പൊട്ടിച്ച് പുറത്തു വരൂ സ്ത്രീകളെ. നിങ്ങൾ ബന്ധനം പൊട്ടിച്ച് പുറത്തു വരൂ. അത് ആരെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിന്റെ വചനത്തെ അതിധൈര്യത്തോടുകൂടി പ്രസ്താവിക്കുവാൻ. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കൂ. നിങ്ങൾ ചർച്ചുകളിൽ വന്നിരുന്ന കൈയിട്ടടിച്ചടിച്ചടിച്ച് അന്യഭാഷ്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനല്ല. നിന്റെ അന്യഭാഷ പറച്ചിൽ മൊത്തം നിന്റെ രഹസ്യത്തിൽ നിന്റെ റൂമിനകത്താകട്ടെ. എന്നിട്ട് നീ പരസ്യമായിട്ട് ഇറങ്ങി നിന്ന്, നീ തെരുവിലേക്ക് ഇറങ്ങി നിന്ന് കർത്താവിനെ പ്രഘോഷിക്കൂ. ദൈവ കൃപാവരങ്ങളാൽ നിന്നെ നിറയ്ക്കും. ആമേൻ, സ്തോത്രം. സ്ത്രീകളുടെ മനസ്സിലെ ഒരു ചിന്ത, ഞാനും സ്ത്രീ ആയതുകൊണ്ട് തന്നെ മനസ്സിലെ ഒരു ചിന്ത പറയാം. എന്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, സ്ത്രീയാണല്ലോ, സ്ത്രീകളെ പൊതുവെ ഇങ്ങനെ ദൈവം എഴുന്നേൽപ്പിക്കൂ. സ്ത്രീകൾക്ക് പീരീഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ദൈവത്തിന്, കാരണം ഞാൻ ഹിന്ദുവിൽ നിന്ന് വന്നതായതുകൊണ്ട് ഈ വിധ ചിന്തകളൊക്കെ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. ഈ സ്ത്രീകൾക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ അത് ദൈവത്തോട് നമ്മൾ അകന്നു നിൽക്കുകയല്ലേ, മാറി നിൽക്കേണ്ടുന്നവരല്ലേ, നമ്മൾക്ക് അശുദ്ധിയല്ലേ, സ്ത്രീകൾ അശുദ്ധിയല്ലേ എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അത് ആ കെട്ട് പൊട്ടിച്ചു തന്നത് രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീയിലൂടെ ആയിരുന്നു.
പാരമ്പര്യം അങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ വെളിയിൽ വരാൻ പോലും സാഹചര്യമില്ലാതിരുന്ന സ്ത്രീ വന്ന് രഹസ്യത്തിൽ എൻ്റെ ഈ കർത്താവിന്റെ തൊങ്ങലിൽ തൊട്ടു, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോ തന്നിൽ നിന്ന് ശക്തി പ്രവേശിച്ചതറിഞ്ഞ് യേശു തിരിഞ്ഞു നോക്കി, ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചു. അവൾക്ക് സൗഖ്യം കൊടുത്ത ആ രക്തസ്രാവം അവിടെ നിന്നുപോയി. എന്റെ കർത്താവ് അറിയാതെ കണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. നമ്മുടെ കർത്താവ് അറിയാതെ കണ്ട്. കാരണം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് കർത്താവിൽ നിന്ന് മറയ്ക്കാനുള്ളത്? നമ്മളെ ഇന്ന് പെറ്റിട്ട കുഞ്ഞ് നമ്മുടെ കൈകളിൽ എന്ത് നഗ്നരായിട്ടിരിക്കുന്നുവോ അതുപോലെയാണ് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളുടെ ഇരുത്ത. ആമേൻ, ഹല്ലേലൂയ. സ്വന്തം കൈകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച കർത്താവ്, സ്വന്തം നിലത്തെ പൊടി കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച കർത്താവാണ്. ആ കർത്താവിന്റെ മുമ്പിൽ നമ്മളുടെ എന്താണ് മറഞ്ഞിരിക്കുന്നത്? എന്താണ് നമുക്ക് മാറ്റിവെക്കാനുള്ളത്? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക, സ്ത്രീയെ നീ കുറഞ്ഞവളല്ല, എനിക്ക് അത്രയ്ക്കും വിളിയുണ്ടാകുമോ എന്ന് നീ ചിന്തിക്കേണ്ടെന്ന കാര്യമില്ല. ദൈവം ഇവിടെ നിന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. നീ സ്ത്രീ ആയിക്കോട്ടെ, നീ പുരുഷനായിക്കോട്ടെ, പക്ഷെ കർത്താവ് നിന്നോട് ചോദിക്കാണ്, ഞാൻ ആരെ അയക്കും? ഞാൻ ആരെയാണ് അയക്കേണ്ടുന്നത്? സുവിശേഷം അറിയുക ഇനിയും അനേകം ആൾക്കാരുണ്ട്, അനേകം ബന്ധനത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ അടുക്കലേക്ക് ഞാൻ ആരെ അയക്കും? ആരെ എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും? അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു കൊടുക്കുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഞാൻ ആരെ അയക്കും? അയക്കാൻ ദൈവമേ എന്നെ അയക്കൂ, ഞാൻ നിന്റെ മുമ്പിൽ സറണ്ടർ ആണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സറണ്ടർ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദൈവം നമ്മളെ അയക്കുവാൻ തയ്യാറാകും. ആ ദൈവത്തിന്റെ വിളി ലിംഗഭേദത്തിലല്ല വരുന്നത്. പുരുഷനാണോ സ്ത്രീയാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊന്നും നോക്കിയല്ല ദൈവം വിളിക്കുന്നത്. അവിടെ എല്ലാവരെയും സമർപ്പിക്കപ്പെട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ദൈവം നമ്മളെ അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. സ്ത്രീകളെ, നിങ്ങൾ ഒരുങ്ങിക്കോളൂ. ആമേൻ, സ്തോത്രം. പലപ്പോഴും സംസ്കാരവും സഭയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംസ്കാരം, ഓരോ ദേശത്തിന്റെയും സംസ്കാരം, അതും സഭയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുക. അത് നല്ല രീതിയിൽ മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമായി കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കാരത്തിന്റെ ചട്ടങ്ങൾ പലപ്പോഴും സഭയുടെ നിയമമായിട്ട് മാറുകയാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ പറയാം, ഓരോ സംസ്കാരത്തിനനുസരിച്ചല്ല കാര്യങ്ങളെ പ്രവർത്തിക്കേണ്ടുന്നത്. നമ്മൾ പുറമേ ഉള്ളതിനെ കുറെ കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അങ്ങനല്ല വേണ്ടുന്നത്. സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഒതുക്കപ്പെടേണ്ടവരല്ല സ്ത്രീകൾ. അടുക്കളയിൽ ഇരിക്കേണ്ടുന്നവരാണെന്നും മൗനത്തിൽ ഇരിക്കേണ്ടുന്നവരാണെന്നും പിന്നിൽ നിൽക്കേണ്ടുന്നവരാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വചനത്തിൽ നിന്നല്ല. ഇതൊന്നും വചനത്തിൽ നിന്നല്ല. അങ്ങനെ വചനത്തിൽ നിന്നുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് വാ, നിങ്ങൾ തെളിയിപ്പിക്കുക, സ്ത്രീകൾ ഇങ്ങനെ മാത്രം ഇരുന്നാൽ മതിയെന്ന്. ആമേൻ, സ്തോത്രം. ഇത് സമൂഹത്തിൽ നിന്ന്, ആ ഒരു വചനത്തിൽ നിന്നല്ലാതെ കണ്ട് സമൂഹത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്നാണ് ഈ വിധ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അതിനകത്തോട്ട് അങ്ങ് ഞാങ്ങണ പോലെയാണ്. അങ്ങോട്ടിട്ട അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ട ഇങ്ങോട്ട് കിടക്കും. ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കും, അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് കിടക്കും. അതല്ലാതെ കൃത്യമായിട്ട് വചനം വായിച്ചു നോക്കി വചനത്തിൽ എന്താണ് പഠിക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷെ സ്ത്രീകൾ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമതികൾ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർ വായിക്കാനും പഠിക്കാനും ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ 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 രീതിയിലേക്ക് മാറാൻ പറ്റും. പക്ഷെ അതിന് മെനക്കെടാൻ തയ്യാറല്ല. നമ്മൾ കുറച്ച് സറണ്ടർ ആയെങ്കിലേ പറ്റത്തുള്ളൂ. പഠിക്കണം, മനസ്സിലാക്കണം. പലപ്പോഴും അറിവില്ലാത്തവരെയാണ് ആൾക്കാർ ചൂഷണം ചെയ്യുന്നത്. അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പലരും ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ, നിങ്ങളുടെ അജ്ഞത മാറണം. അജ്ഞത മാറിക്കൊണ്ട് ദൈവത്തിന്റെ വചനം എന്താണോ, ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. യേശു ഒരിക്കലും സംസ്കാരത്തെ പിന്തുടർന്നില്ല. യേശു ആദ്യ കാലഘട്ടത്തിലെ പാരമ്പര്യമായിട്ടുള്ള കൾട്ടുകളെ യേശു ഉടച്ചു. ആമേൻ. യേശു കൾട്ടുകളെ ഉടച്ചിട്ട് സത്യത്തെയാണ് പിന്തുടർന്നത്. ഇന്ന് ഞാൻ സത്യത്തെ പിന്തുടരുകയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പാരമ്പര്യ പെന്തക്കോസ്ത് സഭകളിൽ പറഞ്ഞ് പാരമ്പര്യത്തെ അനുവർത്തിച്ചു വരുന്ന കുറെ കാര്യങ്ങളുടെ ഉടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഉടച്ചു
വാർക്കുക. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കയ്യിൽ നല്ല പണിയായുധമായിട്ട് കുശവന്റെ കയ്യിൽ നല്ല കളിമണ്ണ് പോലെ ഞാൻ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അതുപോലെ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളൂ. നമുക്ക് ഒരുമിച്ച് നിന്ന് സുവിശേഷ വേല ചെയ്യാം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളമായിട്ട് കൊയ്ത്തുകൾ കൊയ്ത് കറ്റ അടുക്കി കൂട്ടാമെന്നേ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ധാരാളം വാരി കൂട്ടാം. യേശുവിന് വേണ്ടിയിട്ടാണ്. ആമേൻ സ്തോത്രം. നമ്മുടെ കൂട്ട് സഹോദരങ്ങൾ ഒരുപാട് പേര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ നമുക്ക് ചേർത്തെടുക്കാം. ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ. നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. ഹല്ലേലൂയ. പലപ്പോഴും സ്ത്രീകളുടെ വേദന സഭയില് വേദനകളായിട്ട്, കാരണം അവർക്ക് എപ്പോഴും പാരാദൂരങ്ങളെ ഉള്ളൂ പറയാൻ. മക്കളെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കടത്തെക്കുറിച്ച്, ഭാരത്തെക്കുറിച്ച്, വീട്ടിലെ കുറിച്ച്, വീട്ടിന്റെ അവസ്ഥയെക്കുറിച്ച്, അങ്ങനെ തുടങ്ങി കുടുംബ പീഡനങ്ങളെ കുറിച്ചും മാനസിക ഭാരത്തെക്കുറിച്ചും ആത്മീയ സമ്മർദ്ദത്തെക്കുറിച്ചും ഒക്കെ എപ്പോഴും പരാതികളാണ്. അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ്. അത് പരാതികളാണ്. പക്ഷേ ഇത് എന്ത് ചെയ്യും? പലരും ഇതിനെ എടുത്ത് പ്രാർത്ഥനാ വിഷയമാക്കുകയും എന്നാൽ അതിനൊരു പരിഹാര വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കർത്താവിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്ക്. നമ്മൾ ഒരിടത്തൊരു ജോലിക്കാരിയായിട്ട് പോവുകയാണ്, മാസ ശമ്പളത്തിന് ജോലിക്കാരിയായിട്ട് പോവുകയാണ്. ജോലിക്കാരിയായിട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞേക്കുന്ന സമയം മുതൽ ഇത്ര സമയം വരെ നമുക്കവിടെ അവർ പറയുന്ന എല്ലാ ജോലികളും ചെയ്തെങ്കിൽ മാത്രമേ ഒരു മാസത്തെ കഴിയുമ്പോൾ കൃത്യമായിട്ട് ശമ്പളം തരത്തുള്ളൂ. ആ ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ഈ ലോകത്തിൽ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ശമ്പളത്തിനല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ് സത്യമെന്ന് മനസ്സിലാക്കി ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളിലേക്ക്, ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് നമ്മൾ സത്യസുവിശേഷത്തെ കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് നമ്മൾ കരഞ്ഞം വിളിച്ചു ഇരുന്നാൽ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ആരാണ്? നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ ക്രിസ്തുവിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെക്കാൾ വിഷമത്തിലും സങ്കടത്തിലും കിടക്കുന്ന വ്യക്തികളിലേക്ക് നമ്മൾ ഇറങ്ങുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. പലപ്പോഴും സ്ത്രീകൾ തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. തന്നെ താഴ്ത്തി അങ്ങ് കൊടുക്കുകയാണ്. ഞാൻ സ്ത്രീയല്ലേ, ഞാൻ ഒരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. സ്വന്തമായിട്ട് തന്റെ വ്യക്തിത്വത്തിൽ ഒരു റെസ്പെക്റ്റ് ഇല്ല. ഞാൻ എന്റെ വ്യക്തിത്വത്തെ മാനിക്കാതിരുന്നാൽ, എനിക്ക് എന്നിൽ വിശ്വാസമില്ലെങ്കിൽ, എനിക്ക് എന്നോട് ബഹുമാനമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക? ആദ്യം നമ്മൾക്ക് നമ്മളോടൊരു ബഹുമാനം വരണം. അതെ, ഞാൻ പാപിയായിരുന്നു, പക്ഷെ യേശുവിന്റെ രക്തം എന്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിച്ചു. അത് കടും ചുവപ്പായിരുന്നു എന്റെ പാപം. അത് ഹിമം പോലെ വെളുപ്പിച്ചൊരു കർത്താവിന്റെ കുഞ്ഞാണ് ഇന്ന് ഞാൻ. എന്നാൽ അവിടെ ഞാൻ സ്ത്രീയല്ലേ, എനിക്കിതൊന്നും കഴിയത്തില്ല, എനിക്കതിനുള്ള അർഹതയില്ല. അയ്യോ, സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതല്ല സ്ത്രീകൾ ചിന്തിക്കേണ്ടുന്നത്. ബോൾഡായിട്ട് മുന്നോട്ട് വരേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ആമേൻ സ്തോത്രം. നമ്മൾ ബോൾഡായിട്ട് മുന്നോട്ട് വരിക. നാം ഓർക്കേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, മഗ്ദലനക്കാരി മറിയ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആദ്യത്തെ സാക്ഷി. യേശു കർത്താവ് ആദ്യം പ്രത്യക്ഷമായ വ്യക്തി മറിയയ്ക്കാണ്. യേശു ഒരു സ്ത്രീയായ ഒരു സ്ത്രീയുടെ മുന്നിലാണ് യേശു തന്നെ വെളിപ്പെടുത്തിയതെന്ന് ഓർക്കുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ഒരു സ്ത്രീയാണ് ആദ്യം ദർശിക്കുവാനിടയായത്. എല്ലാത്തിലും സ്ത്രീകൾക്ക് യേശു മുൻസ്ഥാനം നൽകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് മുൻസ്ഥാനം നൽകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇതൊന്നും ഒരു വാല്യൂ ഇല്ല. യേശു അവിടെ മുൻസ്ഥാനം നൽകിയെങ്കിൽ അവിടെ കിടക്കട്ടെന്ന് ഞങ്ങളുടെ ഭാഷമാരും ഞങ്ങളുടെ ആൾക്കാരും പറയുന്നത് മാത്രമേ കേൾക്കൂ. അയ്യോ, ഒരു അച്ചായനില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? അയ്യോ, ക്രിസ്തുവിന്റെ വേല ചെയ്യുവാൻ, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് സത്യവും ന്യായവും നീതിയുമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് മുന്നോട്ടിറങ്ങുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അത് തിന്നുമ്പോൾ വായ്ക്കൽ മധുരവും തിന്നു കഴിയുമ്പോൾ വായിൽ കയ്പും ഉണ്ടാകുന്നത്. ആ തിന്നു കഴിയുന്ന, അതായത് നമ്മളിങ്ങനെ അങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, വചനപ്രകാരം നമ്മൾ മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ, ഈ കുത്തുകൾ ഇവിടെ നിന്നൊക്കെ കുത്തുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ
പ്രതിരോധിച്ച് നമ്മൾ നിൽക്കുന്നു. ക്രിസ്തുവിന്റെ വചനത്താൽ അഭിഷേകത്താൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ വയർ കയ്ക്കുന്നത്, അതായത് പ്രതികൂലങ്ങൾ അങ്ങനെ വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം വായിൽ ഇങ്ങനെ വെച്ചിട്ട് ചവയ്ക്കത്തതേ ഉള്ള, ഇറക്കത്തില്ല. അങ്ങനെ ചവച്ച് 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 വായിലെ മധുരം കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കാനല്ല നമ്മളെ വിളിച്ചത്. ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് അതിനുള്ള അർഹതയില്ലല്ലോ, അയ്യോ ഞാൻ ഇങ്ങനെ ഇരുന്നാ മതി, സഭയിൽ സ്ത്രീകൾ എഴുന്നേക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ളത് ശത്രു വിതച്ചൊരു അസത്യമാണ്. ശത്രുവിന്റെ തന്ത്രമാണ്, പിശാചിന്റെ തന്ത്രമാണ്. നീ ഇത് തിരിച്ചറിഞ്ഞുകൊള്ളൂ. പിശാചിന്റെ തന്ത്രമാണ്. പിശാചിന്റെ തന്ത്രത്തെ നീ എതിർത്ത് തോൽപ്പിക്കാൻ എഴുന്നേൽക്കൂ. സ്ത്രീയെ നീ എഴുന്നേൽക്കൂ, സ്ത്രീയെ നീ എഴുന്നേൽക്കൂ. ആമേൻ, സ്തോത്രം. കല്ലറവാതുക്കൽ നിന്ന് മറിയ തന്റെ പ്രാണപ്രിയനെ കാണാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മറിയേ എന്ന് നീട്ടി വിളിച്ചൊരു കർത്താവുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് നിങ്ങളെ വിളിക്കുവാണ്, നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കാണ്. എന്തിനാ? പോയി നീ എന്നെ കണ്ടു എന്ന് ദൂത് പറ. നീ അവരോട് പോയി ആദ്യത്തെ സാക്ഷിയാക്. നിന്നെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. നീ എഴുന്നേൽക്കൂ. അന്ന് മറിയെ വിട്ടെങ്കിൽ ഇന്ന് നിന്നെ വിടുകയാണ്, എന്നെ വിടുകയാണ്. സ്ത്രീകളായിട്ടുള്ള ഓരോ വ്യക്തികളെ യേശു വിടുകയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കൂ, നീ എഴുന്നേൽക്കൂ. സ്തോത്രം. നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടുന്നത് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് വേണ്ടുന്നത്, യേശുവിന് വേണ്ടിയിട്ട് യേശുവിന്റെ സുവിശേഷത്തെ അനേകരിലേക്ക് എത്തിക്കുകയാണ്. നാശത്തിൽ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് ചേർത്തെടുക്കുകയാണ് വേണ്ടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നിലപാട് ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കൂ. സ്ത്രീകൾ മൗനം പാലിക്കേണ്ടുന്നവരല്ല, അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടുന്നവരല്ല, അവർ ദൗത്യത്തിനായിട്ടുള്ളവരാണ്. സ്ത്രീകൾ മൗനം പാലിക്കാനല്ല, സാക്ഷ്യം പറയുവാനുള്ളവരാണ്. തങ്ങളുടെ സാക്ഷ്യവും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഇറങ്ങേണ്ടുന്ന വ്യക്തികളാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീകളെ നേതൃത്വം എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോ ദൈവം അവിടെ എന്ത് ചെയ്യുന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ നേതൃത്വം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ കേട്ടോ. അടുക്കളയിലെ മൂലയിൽ കയറി ഇരിക്കാനാണെങ്കിലും, അയ്യോ എനിക്കിതൊന്നും വയ്യെന്നും പറഞ്ഞ് ചുരുങ്ങി കൂടി ഇരിക്കാനാണെങ്കിലും, ചാരികൾ ഏണി നിൽക്കുന്നത് പോലെ ചാരി നിൽക്കത്തെ ഉള്ളെങ്കിലും ഒന്നും ദൈവം എടുത്ത് ഉപയോഗിക്കില്ല. എന്നാൽ സ്ത്രീകൾ നേതൃത്വ സ്ഥാനം എടുത്ത് വരാൻ തയ്യാറായാൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വാദി വിഷയമായിട്ടൊന്നും ഞാൻ പറയല്ല, വാദിക്കാനൊന്നും ഞാൻ ആരുമല്ല, ഒരിക്കലും അല്ല. എനിക്ക് മനസ്സിലായ ചില സത്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വചനത്തിൽ തെളിയുന്ന ചില സത്യങ്ങളെ ഞാൻ പറയുകയാണ്. ദൈവം അവിടെ സ്ത്രീകളെ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ദൈവം ഒരു ദേശത്തെ പോലും സ്ത്രീയിലൂടെ നയിക്കുന്നുണ്ടാകും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണാം ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ. അവൾ പ്രവാചകിയാണ്, ന്യായാധിപനാണ്, നേതാവായിട്ട് ഉള്ള ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണാം. തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു സ്ത്രീയാണ്. പുരുഷന്മാർ ഭയപ്പെട്ടപ്പോൾ ദൈവം ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി. ആമേൻ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കുക, പലരിലൂടെയും ദൈവം തൻ്റെ പ്രക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ പലരും അതിന് സമ്മതിച്ചു കൊടുക്കാതെ മാറിപ്പോകുന്ന അവസ്ഥയാണ്. പക്ഷെ നീ ഒന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കും, ഉറപ്പായ കാര്യമാണ്. ഇന്ന് നീ മൂടി പൊതിഞ്ഞ് ഇതൊക്കെ ചെയ്യണം, പക്ഷേ എനിക്ക് ഈ ചങ്ങലകളെ ഭേദിച്ച് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഇന്ന് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഈ ദെബോറയെ എണീപ്പിച്ചതുപോലെ ഒരു നേതാവായി, ഒരു പ്രവാചകിയായി, ഒരു ന്യായാധിപനായി നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ടാകും. ആമേൻ, സ്തോത്രം. ആ ദെബോറയെ എഴുന്നേൽപ്പിച്ചപ്പോ യുദ്ധത്തില് ജയം കണ്ടു. ദേശത്തിന് 40 വർഷം സമാധാനത്തോടുകൂടി ആ ദേശം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അവിടെ എഴുന്നേൽപ്പിച്ചു, സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവിടെ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. പിന്നീട് നമ്മൾക്ക് കാണാം, മറ്റൊരു സ്ത്രീയെ കാണാം. ഒരു സ്ത്രീ ഉയർന്നപ്പോൾ ഒരു ജാതി രക്ഷിക്കപ്പെട്ടു. ആരാണ്? എസ്തേർ. എസ്തേറിനെ എടുത്ത് പഠിച്ച് മനസ്സിലാക്കി പ്രസംഗിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരൂ എസ്തേർ, എഴുന്നേറ്റ് വരൂ, എഴുന്നേറ്റ് വരൂ, എഴുന്നേറ്റ് വരൂ എന്നുള്ളതിലല്ല. എസ്തേർ മൗനം പാലിച്ച് അവിടെ ഇരുന്നില്ല. അവൾ ഭയത്തെ ജയിച്ചു വന്നു. ഭയത്തെ നമ്മൾ പുറത്താക്കണം. ഈ ആൾക്കാരെന്ത് പറയും, ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തെ പുറത്താക്കണം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിന്ന ചിലപ്പോൾ നീ ഒറ്റപ്പെട്ടൊക്കെ പോകും. നീ ഒറ്റപ്പെടത്തില്ല, ഞാൻ ഒറ്റപ്പെടത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെട്ടു പോകട്ടെന്നേ. ക്രിസ്തു ഉണ്ടല്ലോ നമ്മുടെ കൂടെ. നമ്മൾ വാ കൊണ്ട് പറയുകയും നമ്മുടെ പ്രവൃത്തിയിൽ അതില്ലാതിരിക്കുകയും ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പോ അവിടെ എസ്തേർ മൗനം പാലിച്ചില്ല, ഭയത്തെ ജയിച്ചു വന്നു. അവൾ സമയത്തെ തിരിച്ചറിഞ്ഞു. ഇന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം നമ്മുടെ സമയത്തെ. അധിക സമയം ഇനി ഇല്ല കേട്ടോ.
അധിക സമയമില്ല നമുക്ക് കിട്ടിയേക്കുന്നത്. ഒന്നുകിൽ ഈ മനുഷ്യായുസ്, അതല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് രണ്ടിലേതെങ്കിലും ഒക്കെ ഉടനെ നടക്കും. ഹല്ലേലൂയ. ആ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏൽപ്പിച്ചേക്കുന്ന ക്രിയകൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്ത്രീകളായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവമേ നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ത്രീകളൊന്ന് കൂട്ടം കൂടി ആമേൻ സ്തോത്രം, സുവിശേഷീകരണം ഈ ലോകത്തിൽ നടക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ദർശനം കാണുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കരമായ ഉണർവുകൾ ഈ 2026 അങ്ങനത്തെ ഉണർവുകളുടെ ആരംഭങ്ങൾ കുറിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ദർശനത്തിൽ ഞാൻ കാണുകയാണ്. ആമേൻ സ്തോത്രം. കർത്താവിന്റെ അതിമഹിമ പ്രത്യക്ഷമാകുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്, നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. സ്ത്രീകൾ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ ജനത്തിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എസ്തേർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ സ്ത്രീകൾ നേതൃത്വം ഏറ്റെടുത്തിരിക്കുമ്പോൾ ചില വിധികൾ, ചില ശാപങ്ങൾ, ചില പാവങ്ങളൊക്കെയും അവിടെ ദൈവം മാറ്റുന്നുണ്ടാകും. സ്ത്രീകൾ എഴുന്നേൽക്കണമെന്നാണ് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്. ഇനി യേശു എങ്ങനെയാണ് സ്ത്രീകൾ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ യേശുവിന്റെ സമീപനം എങ്ങനെയായിരുന്നു അത് നമ്മൾ തിരിച്ചറിയണം. മഗ്ദലക്കാരിയായിട്ടുള്ള മറിയ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യത്തെ ദൂതയായിട്ട് മറിയെ മാറ്റുന്നു. പോയി എന്റെ സഹോദരന്മാരോട് പറയെന്ന് പറയുന്ന ദൗത്യം നൽകുന്നു. ആദ്യത്തെ സുവിശേഷ പ്രഖ്യാപനം നടത്തുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. യേശു സ്ത്രീകളെ മാക്സിമം അന്നത്തെ ആദ്യത്തെ കാലഘട്ടത്തിൽ പോലും ഉപയോഗിച്ചു. സ്ത്രീകളെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് യേശു തുടക്കം ഇട്ട് വെക്കുകയാണ് അവിടെ ഉണ്ടായത്. ഇനി സ്ത്രീയുടെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു അഹങ്കാരമല്ല, അത് നമ്മുടെ കഴിവല്ല. ആ ഒരു നേതൃസ്ഥാനം ചിലര് പറയുന്നുണ്ട് സ്ത്രീകൾ മുന്നിലോട്ട് വന്നാൽ എല്ലാം ക്രമം തകരും, എല്ലാം അടുക്കും ചിട്ടയെല്ലാം പോകും എന്നുള്ളത്. അവര് അധികാരം കയ്യിൽ വെക്കുമെന്നൊക്കെ ചിലരുടെ ചിന്താഗതികളുണ്ട്. പക്ഷെ വചനം ഇതാണ് പറയുന്നത്, എന്റെ ആത്മാവിനെ ഞാൻ എല്ലാ ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യോവേൽ 2:28 പറയുന്നുണ്ട്, എല്ലാവരിൽ മേലും ആത്മാവ് പകരും. സ്തോത്രം. അവിടെ സ്ത്രീ എന്ന് വ്യത്യാസമില്ല, കുഞ്ഞുങ്ങളെന്ന് വ്യത്യാസമില്ല, പുരുഷനെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരിൽ മേലിലും ആത്മാവ് പകരുകയാണ്. എല്ലാവരിലും ആത്മാവ് പകരുമ്പോൾ നാം ഇന്ന് ചെയ്യുന്ന കർത്താവിന്റെ വീര്യപ്രവർത്തികൾ ചെയ്യുന്നത് ആത്മാവിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ അഭിഷേകം പകർന്നിരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും പകർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആ വീര്യപ്രവൃത്തികൾ ചെയ്തുകൂടാ? പുരുഷന്മാർക്ക് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അഭിഷേകത്താലാണ്, ആത്മാവിലാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടെ സ്ത്രീ എന്നുള്ള ജെൻഡർ വ്യത്യാസമില്ല. ആമേൻ. അവിടെ സ്ത്രീയെ ഉയർത്തപ്പെടുമ്പോൾ ദേശങ്ങൾ രക്ഷിക്കപ്പെടുകയും സഭ ബലപ്പെടുത്തുകയും സത്യം വ്യക്തമായി പ്രസംഗിക്കപ്പെടുകയും ആമേൻ സ്തോത്രം. ഒരിക്കലും ഒരു ദൈവവിരുദ്ധമല്ല, ദൈവ നിയോഗമാണ്. അത് വിളിയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിയുണ്ടെങ്കിൽ അത് ദൈവ നിയോഗം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് വിധേയപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വൻ കാര്യങ്ങളെ നാം പ്രവർത്തിക്കുന്നുണ്ടാകും. ഇനിയാണ് നമ്മള് റോമർ 16:7 വരുന്നത്. എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചെയ്യുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമായിരുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞേക്കുന്നത് വൈകയല്ല, പൗലോസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോസ്തലനായിട്ടുള്ള പൗലോസാണ് പറഞ്ഞേക്കുന്നത്. പൗലോസ് പറയുന്നു, എന്റെ ചാർച്ചക്കാർ. അവർ യഹൂദന്മാരാണ്, ജാതിയിലുള്ള ബന്ധമാണ് പറയുന്നത്. എന്റെ ചാർച്ചക്കാർ, ഇവർ എന്റെ ബന്ധുക്കളാണ്. പക്ഷെ അതിലുപരി ക്രിസ്തുവിലുള്ള ബന്ധം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ലിംഗഭേദമില്ല, വിശ്വാസ ബന്ധമാണ് പ്രധാനം. ഇവിടെ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, കുഞ്ഞമ്മ ആയിക്കോട്ടെ, കൊച്ചച്ഛനായിക്കോട്ടെ, ആര് വേണേലും ആയിക്കോട്ടെ, പക്ഷെ ക്രിസ്തുവിൽ ഇവിടെ എല്ലാം സഹോദരന്മാരാണ്. വിശ്വാസ ബന്ധമാണ് ഇവിടെ പ്രാധാന്യം. യേശുവിന്റെ രക്തത്താൽ നമ്മൾ ഒന്നാണെന്നുള്ള ബന്ധമാണ് ഇവിടെ പ്രാധാന്യം. അവർ സഹബദ്ധന്മാരാണ്. ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. ഇത് സുവിശേഷത്തിനായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആര്? ഈ സ്ത്രീയും, ഈ ജൂനിയ എന്ന് പറയുന്ന സ്ത്രീ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചവർ. അപ്പോ അന്ന് സ്ത്രീ ആയതുകൊണ്ട് ഇവളെ ജയിലിൽ ഇടണ്ടെന്നും പറഞ്ഞൊന്ന് യൂനിയായ മാറ്റി നിർത്തിയില്ല.
അപ്പൊ സുവിശേഷത്തിന് വേണ്ടിയിട്ട് സഹശിക്ഷ അനുഭവിച്ചവർ ജീവിതം തേടിയവരല്ലവർ. ക്രൂശ് ചുമന്നവരാണ്, കർത്താവിന്റെ ക്രൂശ് ചുമന്നവരാണ്. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്റെ വേല ചെയ്യുവാൻ, യേശുവിന്റെ വേല ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ആ വചനത്തെ യഥാർത്ഥമായിട്ട് ചുമന്ന വ്യക്തിയാണ് യൂനിയ എന്ന് പറയുന്ന സ്ത്രീയും. അപ്പൊ സഭയിൽ സംസാരിക്കുന്നവരെക്കാൾ കഷ്ടം സഹിക്കുന്ന വ്യക്തികളായിട്ട് യഥാർത്ഥ നേതാക്കൾ മാറുകയാണ്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പോകുമ്പോഴെന്നല്ല, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നാം നിന്നുകൊണ്ട് നിന്നയും പീഡനങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ക്രൂശ് അനുഭവിക്കാൻ തയ്യാറായാൽ അതാണ് വലിയ കാര്യമെന്ന് പൗലോസ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവർ, അവർ അപ്പോസ്തലന്മാരിൽ പെട്ടവരായിരുന്നു. ഈ യൂനിയ എന്ന് പറയുന്ന സ്ത്രീയും, അന്തോനിയാസ് പുരുഷനും യൂനിയ സ്ത്രീയുമാണ്. ആദ്യ 1000 വർഷം സഭ യൂനിയയെ സ്ത്രീയായി തന്നെ അംഗീകരിച്ചു. പിന്നീട് അത് സ്ത്രീയെ അപ്പോസ്തലൻ എന്നുള്ള വാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജൂനിയസ് അഥവാ പുരുഷൻ എന്നുള്ളൊരു തെറ്റായ വായന കൊണ്ടുവന്ന്. പക്ഷെ ഗ്രീക്കില് യൂനിയസ് എന്നൊരു പുരുഷനാമം നിലവിലില്ല. ജൂനിയ അതൊരു സ്ത്രീ നാമമാണ്. അതായത് ഒരു സ്ത്രീ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവളാണ്. ഒരു അപ്പോസ്തലിക സ്ത്രീയായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അവർക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. എനിക്കും വളരെ മുന്നേ ഞാൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും സഭയെ മുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ സമയത്തെ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. അവിടെ പൗലോസ് അവിടെ വിനയത്തോട് പറയുകയാണ്, മുൻ തലമുറ വിശ്വാസികളാണ്, അനുഭവത്തിലും ആത്മീയതയിലും അവർ മുന്നിലാണ്. തനിക്കുള്ള അപ്പോസ്തലത്തെ ഉപയോഗിച്ച് അവരുടെ അപ്പോസ്തലത്തെ അവിടെ താഴ്ത്തുന്നില്ല, അവരെ ഉയർത്തി കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതാണ് മറ്റൊരു വ്യക്തിയെ നമ്മുടെ മേന്മയെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ താഴ്ത്തി കാണിക്കുകയല്ല. അവരും ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നവരാണ്, പക്ഷെ വചനപ്രകാരം ചെയ്യണം, വചനത്തിൽ നിൽക്കേണ്ടുന്നവരാണ്. അപ്പൊ അവിടെ ഉയർത്തിയാണ് സംസാരിക്കുന്നത്. ഈ വചനം അപ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ആദ്യ സഭയിൽ സ്ത്രീ അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു. സ്ത്രീകൾ സുവിശേഷത്തിനായി കഷ്ടപ്പെട്ടു, ജയിലിൽ പോയി സഭയിൽ ബഹുമാനം നേടി നിന്നിട്ടുള്ളതാണ് ആദിമകാലത്തെ സഭയിൽ. പൗലോസ് അവിടെ സ്ത്രീകളെ മൗനം പാലിക്കാൻ മാത്രമല്ല പറയുന്നത്, ബഹുമാനത്തോടുകൂടി അഭിവാദം ചെയ്യാനും പഠിപ്പിക്കുകയാണ് പൗലോസ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാരെപ്പോഴും എന്തൊക്കെ നെഗറ്റീവുകൾ ചെയ്യരുത്, നെഗറ്റീവുകളാണോ സ്ത്രീകളെ കുറിച്ച് കാണുന്നത്, അത് മാത്രമേ എടുത്ത് പ്രസംഗിക്കപ്പെടുന്നതായിട്ട് കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ ബഹുമാനത്തോടെ അഭിവാദം ചെയ്യാൻ വേണ്ടിയിട്ടും പൗലോസ് അവിടെ മുന്നോട്ട് വരുന്ന പൗലോസിനെ നമ്മളവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഇടസമയങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു, ഈ പൗലോസിന് സ്ത്രീകളോട് എന്താണ് ഇത്ര വിരോധം? കാരണം ആത്മാവിൽ വായിക്കുമ്പോൾ അവിടെ സ്ത്രീയെന്നും പുരുഷനെന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കാണുവരുമ്പോൾ സ്ത്രീകൾ സഭയിലും ഉണ്ടായിരിക്കട്ടെ. കാരണം ഈ വചനം പറഞ്ഞ് കുറെ എന്റെ അടച്ചിട്ടുള്ളതാണല്ലോ. അപ്പോ ഞാൻ ചിന്തിച്ചിരുന്നു, പൗലോസ് എന്തിനായിരിക്കും അതങ്ങനെ പറയുന്നത്? സ്ത്രീകളെ പൗലോസിന് ഇഷ്ടമല്ലാത്തതാണോ? പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിന്റെ രീതിയോ ആ സഭയുടെ രീതിയോ ഒക്കെ ആണെന്ന് പിന്നീട് പഠിച്ചു മനസ്സിലാക്കി വന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ദൈവ സ്ത്രീകളെ പിന്നിൽ നിർത്തിയിട്ടില്ല. സഭ പലപ്പോഴും അവരെ മറച്ചു വെക്കുകയാണ്, അല്ലെ എഴുന്നേൽക്കാൻ സമ്മതിപ്പിക്കുക ാണ്. പക്ഷേ വചനം ഇതാണ് പറയുന്നത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയെടുത്തുള്ള ഇതിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒതുങ്ങിയിരിക്കുവാനുള്ളവരല്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എഴുന്നേറ്റുകൊള്ളൂ. ഹല്ലേലൂയ, സുവിശേഷം ഘോഷിച്ചുകൊള്ളൂ. നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നിങ്ങൾ വഴക്കമുള്ള ഉപകരണങ്ങളാക്കി നിന്നുകൊടുക്കൂ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോസ്തലനിലൂടെ ദൈവം തന്റെ കൃപ അധികമായി ചൊരിഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ അപ്പോസ്തലനിലൂടെ ദൈവം ചെയ്തെടുത്തിട്ടുള്ളതായിട്ട് ആദിമ കാലത്തെ സഭകളിലൂടെ വ്യക്തികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇവിടെയും ലിംഗത്തെക്കുറിച്ചുള്ള ഒരു പദവിയല്ല, അവിടെ അയക്കപ്പെട്ടവനായിട്ട്, അയക്കപ്പെടുന്ന ഓരോ വ്യക്തികളായിട്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ചെയ്യുന്ന വ്യക്തികളായിട്ട്, വിളിയും നിയോഗവും ഉള്ളവരായിട്ട് അപ്പോസ്തലൻ ആ ഒരു വിളിയും നിയോഗത്താലും നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറുക.
അവിടെ ദൈവം അയച്ചാൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ള ചോദ്യം അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ എന്നെ ദൈവം അയച്ചെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് പുരുഷനോ ഏത് സ്ത്രീക്കാണ് അവകാശമുള്ളത്? ഇന്ന് പലയിടത്തും പലരും ഇരുന്ന് ചോദ്യം ചെയ്യുകയാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, സ്ത്രീകൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവമാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ വല്ല ഉറപ്പും ഉണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താണ് പറ്റാത്തത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഒതുങ്ങിക്കൂടേണ്ടുന്നവരല്ല. സ്ത്രീകളെ, പുരുഷന്മാർക്കുള്ള എല്ലാ സർവ്വ ബഹുമാനത്തോടും കൂടി, അവരോടുള്ള സ്നേഹത്തോടും കൂടി, പരിജ്ഞാനത്തോടു കൂടി നമ്മൾ കൃപയാൽ നിന്ന് ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കപ്പെട്ട് എഴുന്നേൽക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുകയാണ്, ആ ഇരിക്കുകയല്ല, സഭയിൽ വന്നിരുന്ന് കൈയിട്ടടിച്ച് പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് തീർക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. അത് ഇതിനകത്തുള്ള ഒരേ ഒരു കാര്യമാണ് ഈ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ 99.99 കാര്യവും പുറത്ത് കിടക്കുകയാണ്. നിങ്ങൾ ആത്മാവിനെ നേടണം, പുതിയ വ്യക്തികളെ കൊണ്ടുവരണം, സുവിശേഷം അറിയിക്കണം, നിങ്ങളിലൂടെ കൃപാവരങ്ങൾ ജ്വലിക്കണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അത് കൊടുക്കണം. നമ്മൾ ജ്വലിപ്പിക്കാതിരുന്നാൽ, നമ്മൾ എഴുന്നേൽക്കാതിരുന്നാൽ ഇത് എങ്ങനെയാണ് നടക്കുക? ആമേൻ, സ്തോത്രം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 2014 ദൈവം എന്നോട് ഇടപെട്ടതാണ് വീഡിയോ ചെയ്തിടാൻ. പക്ഷെ അന്ന് എനിക്കറിയില്ല, ഞാൻ പുറമോട്ട് മാറി ചെയ്യാതിരുന്നപ്പോൾ എങ്ങനെയാണ് ഒന്നും അറിയില്ല. പക്ഷെ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ ഞാൻ പഠിച്ചു തുടങ്ങി, ഇത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലേക്ക് വരുന്നത്. പക്ഷേ ദൈവത്തിനെ അതിശക്തമായിട്ട് ഘോഷിക്കുവാൻ, ദൈവത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ഹൃദയമായി മാറുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരെയും, സ്ത്രീകളെ, നിങ്ങൾ വിലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കയ്യിലെ ഏറ്റവും നല്ല ആയുധങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം സ്ത്രീകൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു കഴിവാണ് അവർക്ക് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുമെന്നുള്ളത്. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യവും, നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യവും, നിങ്ങളുടെ കുടുംബകാര്യവും, അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിൽക്കുവാനും സാധിക്കും. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കൂ. നമുക്കൊരു കൂട്ടായ്മയായി മുന്നോട്ട് പോകാം. നിങ്ങളുടെ സഭ കളയണ്ട, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊന്നും കളയണ്ട. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും വളരാൻ എന്നിൽ നിന്നുള്ള സഹായവും നിങ്ങൾക്കുണ്ടാകും. സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം.